ഇന്നത്തെ റെസിപ്പി ഒരു വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണിക്ക് ഞാനിത് കൈമ റൈസ് എടുത്തിരിക്കുന്നത്. ഇതിൽ 4 ഗ്ലാസ് റൈസ് എടുക്കുന്നുണ്ട്. ഈ 4 ഗ്ലാസ് റൈസ് കഴുകിയിട്ട് ഈ പാനിൽ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ലൈറ്റായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ അരി ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാനിത് തിളപ്പിച്ച് വാർക്കുക ചെയ്യാൻ പോണത് ഈ അരി. പിന്നെ ഇതിനെടുത്തിരിക്കുന്ന വെജിറ്റബിൾസാണത്. ഇത് 2 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു 10 ബീൻസ്, ഇത് ഫ്രോസൺ പീസാണ്, ഇത് ഇങ്ങനത്തെ ഒരു കട്ട, പിന്നെ ബ്രൊക്കോലി. വെജിറ്റബിൾസ് നമുക്ക് ഏതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം ഇടാം. പിന്നെ ഒരു വലിയ ഉള്ളി. വെജിറ്റബിൾസൊക്കെ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഒരു 4 മിനിറ്റ് ഇട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 3/4 ഗ്ലാസ് ഈ സോയ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണത്. നമുക്ക് ഇതും ഈ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം തിളയ്ക്കാൻ വയ്ക്കാം. സോയ നല്ലപോലെ കഴുകി നമ്മളിതിങ്ങനെ പിഴിഞ്ഞെടുത്ത ശേഷം ഇതിലിട്ട് കൊടുക്കുക. ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ബേ ലീവ്സ്, ഗ്രാമ്പൂ, ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ റൈസിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ബാക്കി ഇതും ചോറും തന്നെ ഞാൻ വേവ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പകുതി വേവ് ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മളിത് വാർക്കാൻ പോകുകയാണത്. വാർത്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇരുന്നിട്ട് ഒരു വേവും കൂടി ഉണ്ടാവും അതിന്. അപ്പോൾ സാധാരണ അരി വാർക്കണ മാതിരി ഇങ്ങനെ പ്ലേറ്റ് കമത്തിയിട്ട് വാർക്കണം. ഇതിനെ കൊണ്ടാണ് വാർക്കാൻ പോകുന്നത്. ചോറ് വാർത്തെടുത്തതാണ്. ഇതിൻ്റെ വേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുഴഞ്ഞു പോയാൽ നമുക്ക് ബിരിയാണിക്ക് ഇത് കണ്ടോ. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വതുക്കിയതിലിട്ട് കൊടുക്കുക വേണ്ടും. വെജിറ്റബിൾസൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ചെറുതായിട്ട് ബട്ടറിലോ നെയ്യിലോ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉരുക്കിയ നെയ്യാണ് ഇവിടുത്തെ. അപ്പോൾ ഞാനിതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് 3 പച്ചമുളക്, ഒരു 8-9 വെളുത്തുള്ളി, ഈ ഒരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു പിഞ്ച് സാദാ ജീരകം, പിന്നെ കുറച്ച് മല്ലിയിലയും അതിൻ്റെ ഇത് പുതിനയിലയും, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് തിരിച്ചെടുക്കാം മിക്സിയിൽ. ജാറിൽ ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, പെരിഞ്ജീരകം, പുതിന, മല്ലിയില. അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളത്, നല്ല കനമുള്ള പാത്രമാണിത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ, ഇത് നമുക്ക് ആദ്യം കോരിയെടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാഷ്യൂ വറുത്ത് കോരി അതേ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, അതിലേക്ക് ആ മുറിച്ച് വെച്ച ഒരു ഉള്ളി, 4 പച്ചമുളകും. നമ്മളിപ്പോൾ എരിവിന് മല്ലിയില പുതിനയൊക്കെ അടിക്കുമ്പോൾ അതിലൊരു 3 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചതിട്ട് കൊടുക്കും. നമ്മൾ ഈ ഹാഫ് ബോയിൽഡ് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ നോക്കണം. ഞാനതിൽ 2ലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചോറിനും വെജിറ്റബിൾസിലും. അതിനി എണ്ണയിൽ ഈ മസാലയിലും ഒന്ന് മിക്സ് ആവട്ടെ. പൊട്ടറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ലെമൺ ജ്യൂസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിൽ ചെറിയൊരു മധുരവും
ആ പുളിയും കൂടി ചേരുമ്പോൾ ഈ എരിവിന് നന്നായിരിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് മസാലയിൽ. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഞാനിങ്ങനെ ആറാൻ വെച്ചിട്ടുണ്ട് 2 സെറ്റായിട്ട്. നമ്മൾ റൈസും പകുതിയല്ലേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ആയിക്കഴിഞ്ഞാൽ അത് കറക്റ്റാവും ഇതിൻ്റെ വേവ്. വെജിറ്റബിൾസൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, വറുത്ത് വെച്ച കാഷ്യൂ, പിന്നെ ആ വറുത്ത് വെച്ച പൊട്ടറ്റോ